വന്ന പാർവതി ഞാനും തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ എനിക്ക് അവളെ 5 വർഷമായിട്ട് ഇഷ്ടമാണ്. അവക്കറിയോ? പിന്നെ പിന്നെ അതുകൊണ്ട് നീ ഇതിന് മുൻമാറണം. പിന്മാറണമെന്നില്ലേ? മുന്നേ മാറിയ അത്രയും നല്ലില്ലേ? ഇല്ലെങ്കിൽ അറിയാലോ, ചീമ്പിക്കൊളയും ഞാൻ. അവന്റെ കൊക്കിൽ കൈയിടാത്ത അപ്പൊ അവൾക്ക് എന്നെ അറിഞ്ഞൂടാ? ഇല്ല. നീ എന്താ അവളോട് പറയാന്? പറ. അണ്ണന് സ്ത്രീകളെ കണ്ടാ വിറയ്ക്കും. എന്ത്? കാര്യം പക്ഷെ എന്റെ വിറക്കില്ല. എന്ത്? രാജുവേട്ടന്റെ വേറൊരു മുഖം നീ കണ്ടിട്ടില്ല. ഏത് മുഖം? പുതിയ മുഖം. വണ്ടിയിലെന്താ തട്ടി? വണ്ടിയാകുമ്പോ തട്ടേ മുട്ടയൊക്കെ എടുക്കുക. ഇത് നിന്റെ വണ്ടിയാണ്ടാ. നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി റീൽസ് അയച്ചിരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. കാരണം അവരും നിങ്ങളെ പോലെ ഒരു ചുരത്തിന് പോകാണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാൻ നോക്കിയതാ. അങ്ങനെയാണെ നീ അവളെ വിഗ്രഹിക്കുക. ഉദാഹരണത്താണ് വിഷമിച്ചിരിക്കുക. നീ എന്താണ് നീ കോമഡി പറയാം. പക്ഷെ നല്ല കോമഡി ആയിരിക്കണം. അടുത്ത് എനിക്ക് വെച്ചിരിക്കണം. നിനക്ക് അന്ന് പറഞ്ഞല്ലോ വന്നപ്പോ അവരുടെ വിചാരിക്കുക ഒന്നടിച്ച് കേറാൻ. വേറെ എന്തിനാ എന്നെ കിടന്നാ മതിയോ? ഒന്നടിച്ച് കേറണ്ടേ ചേട്ടാ? മോടെ ഞാൻ എടുക്കുവാണേ. നിങ്ങളൊരു കാര്യം അടുത്ത ഭാഗത്തേക്ക് കേറിയതാ. നിങ്ങളെ കൊച്ചിനെ ഫോളോ ചെയ്ത എന്റെ പൊന്ന് സാറി, ഞങ്ങ കൊച്ചിനെ എക്സ്ക്യൂസ് മീ, വാട്ട് ഈസ് യുവർ നെയിം? സാറി, നണ്ണോ ബിസിനസ് ഞങ്ങ ഫോളോ ചെയ്തിട്ടില്ല. മധുമതി എന്താ ചെയ്യുന്നേ? വീട്ടിൽ വന്ന ഗസ്റ്റിനെ പിന്നാമ്പുറത്താണോ നിർത്തുന്നത്? അയ്യോ, ഞാനിവിടെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് മാധവേട്ടൻ അനിയനാ. എടാ 2 പേർ പാല് കുടിച്ചിട്ടാണോ? ഈ പഞ്ചായത്തിൽ നിന്ന് പാല് വന്നിട്ടില്ല, വന്നെല്ലാം പിരിഞ്ഞുപോയി. എന്താ നീ നമ്മുടെ പശുവിന്റെ പാല് ഇറക്ക്? എനിക്കിപ്പോ പശുവിന്റെ അകടി പിടിക്കാൻ ഒരു മൂടില്ല. അല്ല, പാലിറക്കാൻ ഒരു മൂടില്ല. നായയുടെ വാല് 10,000 ടൈംസ് കുഴലിലിട്ടാലും വിവരത്തില്ല എന്നൊരു ചൊല്ലുണ്ട്. ചിലർ അങ്ങനെയാണ്. എത്ര ഊക്ക് കിട്ടിയാലും പഠിക്കത്തില്ല. കാരണമുണ്ട്, പറഞ്ഞു കൊറേ അങ്ങോട്ട്. അതെ, ഞാനൊരു മനുഷ്യനല്ലേടാ. പെട്ടെന്നൊരു കാരണം ഉണ്ടാക്കി പറയാൻ പറഞ്ഞാൽ നിന്നെ കൊണ്ട് പറ്റുമോ? പൈസ ചെലവ് കൂടുതൽ ആർക്കാണ്? ഇതിന് വലിയ ചെലവൊന്നുമില്ലല്ലേ? ഞാൻ ലോ മെയിന്റനൻസ് ഗേൾ ഫ്രണ്ട് ആണ്. പറയാറുണ്ടല്ലോ. മുട്ട പപ്സും ചായ പരിപാടി തീർന്നു. അത് മതി. അങ്ങനെ പല ബോയ് ഫ്രണ്ട്സിന് കിട്ടാത്തൊരു ഭാഗ്യാണ് മുട്ട പപ്സും ചായ. മുട്ട പപ്സ് ഭയങ്കര ഇഷ്ടാ. അതും കിട്ടിയ വാങ്ങിത്തരാം. ഓക്കെ, ഇന്നത്തേക്കുള്ളതായി. തല്ലുണ്ടായോ? ആ ബാബാ തല്ല് നല്ലായി. ഇബല് ചിരിച്ച് കളിച്ചിക്കാ. ബാക്കിയുള്ള ഫുള്ള് തമ്മിലല്ലോ. ഇബലെ കാണിച്ചു കൊടുക്ക്. ഇബല് ഫുള്ള് ചിരിച്ച് കളിച്ച് നല്ല അടി എന്നൊക്കെ പറഞ്ഞ സൂപ്പറായി നിൽക്കണ്ട. ചോറ് തരുവോന്നല്ല, ചോറ് തരുവോ അമ്മേ? ചോറ് തരുവോ അമ്മേ? അപ്പ ആരാ അച്ഛൻ? ഞാൻ. അയ്യേ, കല്യാണം കഴിഞ്ഞ് അല്ല, നമ്മുടെ സിസിലിയുടെ വീട് ഇവിടെ അടുത്തങ്ങാണ്ടല്ലേ? അയ്യോ, സിസിലിയുടെ വീട് എന്റെ വീടിന്റെ പുറകിലെ കൊത്തുകല്ല് കയറി തൊട്ടപ്പുറത്തല്ലേ. ഞാൻ കൊണ്ടാക്കാൻ പോണോ? ഞാൻ ഡെയിലി പോണതല്ലേ. പിന്നെ ഈ കൊത്തുകല്ല് ചാടാതെ വേറൊരു വഴി അല്ലാതാ. കൊച്ചെന്നാ പഠിക്കത്തെ? ഞാൻ ടീ ടേസ്റ്റിംഗ് കോഴ്സ് കഴിഞ്ഞ് നിൽക്കുക. ഓ, അതെന്നാ കോഴ്സ് അത്? അതെ, ഈ ചായ കുടിച്ച് കഴിയുമ്പം സ്ട്രോങ് ആണോ ലൈറ്റ് ആണോ നോക്കണ ഏർപ്പാടാ. അത്രേ ഉള്ളൂ. അതാ മോളത് സിപ്പ് ചെയ്തിട്ട് വെച്ചല്ലേ? എന്റെ മോൻ സിപ്പിച്ചിട്ട ചായ എക്സ്പെർട്ടാ. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് വിചാരിച്ചാൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ മരണം. ശുഭദിനം.
ആരാ? ക്യാമറ എന്താ ക്യാമറമാനാ? അതെ ക്യാമറമാനെ എന്താ വേണ്ടേ? അതൊരു സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ ഈ ലൈബ്രറി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട്. സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പുള്ള കണസോണസ് അല്ലേ? അതെ. ഇല്ല, അതിവിടെ പറ്റും. ഈ രാശിയൊക്കെ സിനിമയിൽ ഭയങ്കരമായിട്ട് നോക്കുന്നൊരു സംഭവം നോക്കുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ ചോദിച്ചവരൊക്കെ ഇപ്പം ഉണ്ട്. മരിച്ചു കിടക്കുന്ന ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സീൻ എടുക്കും. അവരെ തന്നെ അതെ, അവര് തന്നെ. ഇപ്പം എനിക്കൊന്ന് മരിച്ച്, അതായത് ഡെത്ത് സീൻ അഭിനയിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. അതായത് കട്ട് പറയുന്നതിന് മുന്നേ തന്നെ ആ അഭിനയിച്ച ആൾ എഴുന്നേറ്റിരുന്ന് ചിരിക്കാൻ പറയും. അങ്ങനെ ഉണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഇത് തളച്ചു നനയ്ക്കണേ, പാലുകാച്ചല് പോലെ ആയി പറഞ്ഞു. ഇത് വാഷിംഗ് മെഷീൻ്റെ ആണ്. എടാ ഇത് Don't you know you cannot use phones in cinema halls? I cannot know. You want me to call the authorities? No police. Then please behave. Sorry. എൻ്റെ അമ്മേ. എടാ അയാൾ എന്നോട് എന്തോ ഇംഗ്ലീഷ് പറഞ്ഞു. എന്ത് പറഞ്ഞു? ചീത്ത. നല്ലൊന്നും പറയാനില്ലല്ലോ. അപ്പൊ കുഴപ്പമില്ല, സിനിമ ഉണ്ടോ? ഇത് എവിടെ പോണു? അതെ, ഞാനിപ്പോഴും ഓർത്ത ചായ ബോക്സ് മേടിച്ചില്ല. വേണ്ട, ഇന്റർവെല്ലിൽ മേടിക്കാട്ടാ. പറ്റൂല, ഇന്റർവെല്ലിൽ ഈ പോപ്കോൺ മേടിക്കാനല്ലോ. ചായ ബോക്സും ഇല്ലാതെ എങ്ങനെയാ സിനിമ കാണുന്നത്? നല്ല ചൂട് ചായയുടെ കൂടെ കറുമുറാന്ന് ബസ് തിന്നുമ്പോ സിനിമയുടെ ഇമ്പാക്ട് ഡബിൾ ആവും. ഇവിടെ പറ്റൂല, ഓൾറെഡി ലേറ്റ് ആയി. ഇപ്പൊ ട്രെയിലർ തുടങ്ങിയിട്ടുണ്ടാവും, എനിക്കത് കാണാനുള്ളതാണ്. എല്ലാ സിനിമയുടെ ആദ്യത്തെ 10 മിനിറ്റ് മിസ്സാക്കുന്നതിന്റെ സ്ഥിരം പരിപാടിയാണ്. ഇപ്പൊ തന്നെ ലേറ്റ് ആയടാ. 7 മണിയുടെ ഷോ ആണ്. ദിശന്ന് നോക്കുമ്പോ സാമോക്ക് ഇപ്പൊ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടാവും. ഞാൻ എന്റെ വീഡിയോ എപ്പോഴാണോ? അടങ്ങ്, ഞാൻ ചായ ബോക്സ് മേടിച്ചിട്ട് വരാം. വരുമ്പോ പറഞ്ഞു തന്നാ മതി. പറഞ്ഞു തന്നാ മതി. തീറ്റാന്നൊരു വിചാരേ ഉള്ളൂ എനിക്ക്. Hi sir, good evening. May I have your order please? This is a multi-cuisine restaurant. We serve the best food here. We have different kinds of Indian, Italian and Chinese food. Also, we have many different varieties of chicken. Would you like to try our famous Chinese chicken, Shanchu? I'm very impressed of your ukkel. Anyways, we will go with the Samsung for the first time and we will try the French fry. But to be honest, we will go with 3 parota, 3 green peas, 3 chai. Elements there. ചേട്ടന്റെ വേണ്ടേ? അന്നെന്താ പരിപാടി? എന്താണത്? എന്തിനാണ് ഇതിനൊക്കെ കൈയടിക്കുന്നത്? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.